ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു റൊട്ടി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടും അതുപോലെ മൈദ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏതാണോ കപ്പ് എടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ ചോറ് എടുക്കുക. ആ ഒരു സെയിം കപ്പിൽ തന്നെ വെള്ളം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മട്ടേരി ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ 2 കപ്പ് ചോറിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരിക. തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഈ ഒരു സെയിം കപ്പിൽ തന്നെ 4 കപ്പ് മൈദ ഫ്ലോർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിന്ന് മൈദപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 4 കപ്പ് മൈദ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഓയിൽ എല്ലായിടത്തും ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അളവെടുത്ത ചോറ് അരച്ചതൊക്കെ കറക്റ്റിനാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഈ ഒരു ചോറ് വെച്ചിട്ട് കുഴച്ചാൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഇനി അഥവാ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചോറ് വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പം ആദ്യം കുഴച്ചെടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുഴച്ചെടുത്ത് ഒന്ന് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കയ്യിൽ നല്ലോണം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുഴച്ചെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് കുഴച്ചെടുക്കുക, സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എങ്കിൽ നമ്മൾ ഈ ഒരു റൊട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റും നല്ല സോഫ്റ്റായിട്ടും നന്നായിട്ട് ചുട്ടെടുക്കുമ്പോൾ പൊങ്ങിയും വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ച് എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് തടവി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ എന്തായാലും വെക്കണം. അതിൻ്റെ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുന്നത് എത്രത്തോളം നല്ല രീതിയിൽ കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ മാവ് സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഞാൻ ഇതൊന്നും കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നീളത്തിലിങ്ങനെ വലിച്ച് വെച്ചിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 10 എണ്ണാക്കിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത്, ഇനിയിപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേറെ കൂടുതൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വലുതായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേറെ വലുപ്പത്തിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 ബോൾസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിത് ഇങ്ങനെ കാണിച്ചു തരുന്നത് എൻ്റെ ട്രൈപോഡ് കേടായിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2 കൈയും വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ബോളാക്കിയിട്ട് തന്നെ എടുക്കുക.
പിന്നെ നമ്മൾ ഈ ഓരോ ബോൾസും ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ഒരു റാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു അടപ്പുള്ള ബൗളിലോ എന്തിലെങ്കിലും അടച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് അടച്ച് വെച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് മാറും നമ്മൾ പരത്തിയെടുക്കുമ്പോഴേക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊന്ന് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ പരത്തി വെച്ചിട്ട് ചുട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒരുപാട് മേലക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം എല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞ് പിന്നെ ചുടാനായിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. ഇത് മൈദ കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പരത്തിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പാത്രത്തിലാക്കിയിട്ട് മാറി മാറി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും പരത്തിയെടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കുക. പൊടി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പലകമ്മൽ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി, ഞാനിപ്പോൾ റൗണ്ടിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ നമ്മളൊന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക. വീണ്ടും നമുക്കിത് രണ്ടാമതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് കട്ടിയോട് കൂടിയിട്ടും പരത്തിയെടുക്കരുത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല ലെയറോട് കൂടിയിട്ടുള്ള റൊട്ടിയാണല്ലോ. അപ്പോൾ കുറച്ച് സോഫ്റ്റും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു റൊട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് ലെയറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഫ്ലോർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഓരോ ഭാഗവും മടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മൈദ ഫ്ലോർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആയിട്ട് ഓരോന്നും പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റിൽ വീണ്ടും ഒരു മടക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മൈദ ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഉരുളകളും പരത്തിയെടുക്കേണ്ടത് കേട്ടോ. ഓരോ ലെയറും നമ്മൾ മടക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിൽ ഒന്ന് ബ്രഷ് കൊണ്ട് തടവി കൊടുത്തിട്ട് മുകളിൽ ഇങ്ങനെ മൈദ ഫ്ലോർ ഇട്ട് കൊടുക്കണം. ലാസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയറിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഏത് ഷേപ്പാണെന്നുണ്ടെങ്കിൽ പരത്താൻ അറിയുള്ളവർക്ക് പല ഷേപ്പിലും പരത്തിയെടുക്കാം. പിന്നെ ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കേണ്ട, അതുപോലെ ഒരുപാട് കട്ടി കുറയ്ക്കുകയും വേണ്ട. ഈ ഒരു കട്ടിയോട് കൂടിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് ആദ്യം ഉണ്ടാക്കിയ സമയത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ പരത്തിയിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തു. പക്ഷേ അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്താണ്. പക്ഷെ മോന് വന്നിട്ട് കൈ വെച്ചിട്ട് അതിൽ മൊത്തത്തിലൊരു ഹോൾ ഇട്ട് കൊടുത്തു. അപ്പം തന്നെ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പിന്നെ രണ്ടാമത് ഞാൻ പരത്തിയെടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ പ്രത്യേകം ഞാൻ പറയുകയാണ്, മുകളിലായിട്ട് വെച്ച് കൊടുക്കണ്ട, ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്ലേറ്റിലായിട്ട് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. വളരെ കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആണ് ഞാൻ ഓരോന്നും ചുട്ടെടുക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പം അതിലോട്ട് നമ്മൾ റൊട്ടി തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയറിൽ ഒന്ന് മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. കാരണം ഇത് അത്യാവശ്യം ലെയറോട് കൂടിയിട്ടുള്ള റൊട്ടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തും കിട്ടണം, ആ ലെയറൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് കരിയും ചെയ്യും, ഉൾഭാഗം വേവാതെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. ഒരു
ഒരു ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടും വേണം ഇത് ചുട്ടെടുക്കാൻ. എങ്കിലേ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ചൂട് തട്ടിയിട്ട് ലെയറൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും, ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം മൊത്തത്തിലൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ഒരുപാട് എണ്ണമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെന്നെ ധാരാളമാണ്. ഒരുപാട് കട്ടിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഒന്നോ രണ്ടെണ്ണമോ ഒക്കെ മതിയാവും. അപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടാക്കിയാൽ നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ ഓരോ ലെയറും വേറിട്ട് നിൽക്കുന്നതിന് തന്നെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ, ഒരു കൈ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓരോ ലെയറും. അതുപോലെ തന്നെ നമ്മൾ ഇത് കയ്യിൽ എടുത്ത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണെന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റൊട്ടി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.